നമസ്കാരം. ആർദ്രാമൃതം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളി എന്ന ഈ കലാരൂപത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. തിരുവാതിരക്കളിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ പുതുമ കൊണ്ടുവരാമെന്ന് ഞങ്ങളുടെ ടീം എപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു പരിധിവരെ ഞങ്ങളതിന് പ്രവർത്തിക്കാറും അത് വിജയിക്കാറുമുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ മാർച്ച് 30-ന് തൃശ്ശൂർ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് രാമായണം കഥയെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ആർദ്രാഭിരാമം രാമഗാഥകളിലൂടെ എന്നൊരു പ്രോജക്റ്റ് ചെയ്തു. തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ അതൊരു വെറുതെ ഒരു പാട്ടും കളിയും മാത്രമാവാതെ ഇതിനെ എങ്ങനെ ഒരു മെഗാ ഇവന്റ് ആയിട്ട് നടത്താം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മോഹം. അങ്ങനെ നടത്തണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മോഹം. അത് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇത്രയും ഈ പ്രോഗ്രാം വിജയിക്കാൻ കാരണം അന്ന് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓഡിയൻസ് ആണ്. ഒരു നിറഞ്ഞ സദസ്സിന് മുമ്പിലാണ് ഞങ്ങൾ ഈ 1.5 മണിക്കൂർ പ്രോഗ്രാം ചെയ്തത് എന്നുള്ളത് ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അന്നത്തെ പ്രോഗ്രാമുകള് ഞങ്ങൾ ഈ രാമായണ മാസത്തില് ഓരോരോ പാട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും എളുപ്പത്തില് പ്രേക്ഷകർക്ക് അത് കിട്ടുന്ന തരത്തിലാണ് ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്നത്തെ ആ പ്രോഗ്രാമിന്റെ പാട്ടും കളിയും മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അതിന്റെ ഇനാഗ്രേഷൻ ഫംഗ്ഷൻ ചെറിയ ക്ലിപ്പിംഗ്സ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. ആർദ്രാഭിരാമം എന്ന സ്വപ്ന പ്രൊജക്ടിനെ കുറിച്ച് ആമുഖമായി നമ്മോട് സംസാരിക്കാൻ ഏറെയുണ്ട് ആർദ്രാമൃതം ടീമിന്. പ്രോജക്ട് കോർഡിനേറ്ററും ഈ കലാശില്പത്തിന്റെ പ്രധാന കോറിയോഗ്രാഫറുമായ ശ്രീമതി നിഷ പെരുമ്പടപ്പിനെ ആമുഖ ഭാഷണത്തിനായി നിറഞ്ഞ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ആരാധ്യനായ ഗോപിയാശാൻ, പട്ടാഭിരാമൻ സാർ, വേദിയിലെയും സദസ്സിലെയും മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ആസ്വാദകരെ, എല്ലാവർക്കും നമസ്കാരം. 2024 ഞങ്ങൾ ആർദ്രാമൃതം ടീമിന്റെ 20ാം വാർഷികമാണ്. ഈ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാനായതിൻ്റെ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങൾ. 2020 ഇപ്പം ഈ ആർദ്രാഭിരാമത്തെ കുറിച്ച് 2 വാക്ക് പറയാം. 2020 ഞങ്ങൾ ഗായത്രി നമ്പൂരി സഭ ആർദ്രാമൃതം എന്ന ഒരു യൂട്യൂബ് ചാനൽ കോവിഡ് കാലത്ത് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ആർദ്രാമൃതം സീരീസ് അങ്ങനെ പല പരിപാടികളും ഞങ്ങൾ ചെയ്തു വന്നു. ഇപ്പൊ പാട്ടും കളിയും അതിൽ എന്ത് വ്യത്യസ്തത കൊണ്ടുവരാമെന്ന് ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഒരു കഥ മുഴുവനായിട്ട് കൈകൊട്ടിക്കളി രൂപത്തിൽ അവതരിപ്പിച്ചാലോ എന്ന ചർച്ച വന്നത്. ഇപ്പൊ കഥകളിയിലൊക്കെ ഒരു ആട്ടക്കഥ മുഴുവനായിട്ട് അവതരിപ്പിക്കും, അതുപോലെ കൈകൊട്ടിക്കളിയിൽ ചെയ്താൽ എന്താ എന്നൊരു ചർച്ച വന്നു. അപ്പൊ അങ്ങനെ അത് 2020 ആ ആശയം വന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞു, അത് അങ്ങനെ നീണ്ടുപോയി. പിന്നെ അത് ആരെഴുതും എന്നുള്ളതൊക്കെ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഗൗരി വിഷ്ണു ആരമ്പള്ളി ഗൗരിയോപ്പിളെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഗൗരിയോപ്പിള അത് എഴുതി തരാമെന്ന് സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. ഇപ്പൊ 2022 ഞങ്ങൾ ഗൗരിയോപ്പിളെ കണ്ടു, സംസാരിച്ചു. അപ്പൊ രാമായണം ആവാമെന്ന് തീരുമാനമായി. ഇപ്പൊ രാമായണം പോലെയുള്ള ഒരു വലിയ ഇതിഹാസ കാവ്യമൊക്കെ ഒരു 15 പാട്ടിലേക്ക് ചുരുക്കുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം അത് മാത്രമല്ല, 15 പാട്ടിൽ കൂടുതൽ നമുക്ക് കളിക്കാനും പറ്റില്ല. 1 മണിക്കൂറിൽ കൂടുതൽ കൈകൊട്ടിക്കളി കളിക്കാനും പറ്റില്ല. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുക്കാമെന്ന് ആദ്യം തീരുമാനിച്ചു. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴും ഈ കലാരൂപത്തിനൊരു പരിമിതി ഉണ്ട്. ഇതിന് സന്തോഷമുള്ള ഭാവം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ കൈ കൊട്ടി ചിരിച്ച് പാടി കളിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഭാവങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അപ്പൊ കൈകൊട്ടിക്കളിക്ക് അനുയോജ്യമായ ഒരു 15 സന്ദർഭങ്ങൾ ഞങ്ങൾ ആദ്യം കണ്ടെത്തി. പിന്നെ അതിൻ്റെ ഒരു രചന ആരംഭിച്ചു. 2023 ഞങ്ങൾക്ക് ഇതിന്റെ പാട്ട് കിട്ടിയത്, ജൂണിൽ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഇതിന്റെ ഒരു കമ്പോസിങ്ങും പ്രാക്ടീസും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു കമ്പോസിങ് ചെയ്ത സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ കലാരൂപത്തിന്റെ ഒരു പരിമിതി ഞങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവണത്. കാരണം ഇതിനൊരു മുദ്രയില്ല, ഭാവമില്ല. അപ്പൊ നമ്മൾ വാക്കുകളുടെ അർത്ഥം ആസ്വാദകരിലേക്ക് എത്തിക്കാനായിട്ട് ചുവടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് പറ്റണ പോലെ ഞങ്ങളത് പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ആർദ്രാമൃതം ടീം
ഒറ്റപ്പാലമാണ് ഗായത്രി നമ്പൂതിരി സഭ ആർദ്രാമൃതം ടീമെങ്കിലും പകുതിയോളം പേര് തൃശ്ശൂരിലാണ്. അപ്പം ഞങ്ങൾ തൃശ്ശൂരും ഒറ്റപ്പാലവും തമ്മിൽ നല്ല ദൂരമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രാക്ടീസ് എന്നുള്ളതൊരു സത്യം പറഞ്ഞ ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, ഞങ്ങളുടെ മനസ്സുകൾ തമ്മിലുള്ള ദൂരം കുറവായതുകൊണ്ട് ഞങ്ങൾ അതിനെയും ഒരു പരിധി വരെ മറികടന്നു. ഓരോ വീക്കെൻഡും ഞങ്ങൾ ഓരോ ഇല്ലങ്ങളിൽ കൂടി രാത്രിയും പകലും ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പം ഇനി കർക്കിടക മാസത്തിൽ ഞങ്ങൾക്കിങ്ങനെ രാമായണം മാത്രമായിട്ട് പ്രോഗ്രാം ചെയ്യണമെന്നും ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ സാധിപ്പിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളങ്ങനെ പിന്നെ ഈ ആർദ്രാഭിരാമത്തിന് മനസ്സ് നിറഞ്ഞ് ഇരിക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ ഇത്രയധികം ആസ്വാദകർ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. എല്ലാവരും ഞങ്ങളൊക്കെ പരിപാടി കണ്ട് ആസ്വദിക്കണം. പിന്നെ ഈ ഒരു പരിപാടിക്ക് ഗോപിയാശാനെ പോലുള്ള ഒരാളെ, മഹത് വ്യക്തിയെ നമുക്ക് ഉദ്ഘാടനത്തിന് കിട്ടി എന്നുള്ളത് എന്താ പറയുക, അത്രയും സന്തോഷമുള്ളൊരു കാര്യം. ഞങ്ങൾ ആശാനെ കാണാൻ പോയപ്പോൾ ആശാൻ രാമായണമാണ് എന്ന് പറഞ്ഞപ്പോൾ ആശാൻ വരാമെന്ന് സമ്മതിച്ചു. വളരെ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. ആശാൻ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, ഇപ്പം ഈ തിരുവാതിരക്കളിക്ക് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക, തിരുവാതിരക്കളി ഞാനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഈ പരിപാടി കമ്പോസ് ചെയ്ത് ഇതിനൊരു ഇവിടെ വെച്ച് നടത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ടീമിലെല്ലാവരുടെയും ആഗ്രഹം ഗോപിയാശാൻ വരണം എന്നായിരുന്നു. അപ്പം അത് ആശാനോട് പറഞ്ഞു. അപ്പം ആശാൻ വളരെ സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. അടുത്ത ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ അമ്പലമാണ്. വസന്തോത്സവം പോലെയുള്ള ഒരുപാട് വലിയ പ്രോഗ്രാമുകൾ നടക്കുന്ന ഒരു ക്ഷേത്രം. ഒരുപാട് പ്രശസ്തരായ ഗായകര്, നർത്തകര് ഒക്കെ വന്ന് പരിപാടികൾ അവതരിപ്പിക്കണ ഈ ഒരു വേദിയിൽ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു എന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഞങ്ങളുടെ പരിപാടി കാണുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ നൽകുന്ന ഉപഹാരങ്ങൾക്കുമുണ്ട് ഒരു വൈശിഷ്ട്യം. ഗായത്രി നമ്പൂതിരി സഭയുടെ ടീം അംഗങ്ങളിൽ ഒരാളായ കുമാരി ദേവിക ആവണപ്പലകയിൽ വരച്ച മിഴിവാർന്ന ചിത്രങ്ങളാണ് ഉപഹാരമായി സമർപ്പിക്കുന്നത്. ഇവിടെ ഉപഹാരം സമർപ്പിക്കുകയാണ്.
നമ്മുടെ ആങ്കറായ ഇത്രയും നേരം മനോഹരമായ വാക്കുകളെ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആങ്കർക്ക് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരമാണ്. പ്രീതി ടീച്ചറാണ്, പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ഈ ആർദ്രാഭിരാമത്തിന്റെ പ്രോഗ്രാം അന്ന് ഞങ്ങൾ ലൈവ് ചെയ്തിരുന്നു. ആ ലൈവിന്റെ ലിങ്ക്, പ്രോഗ്രാം ഫുള്ളായിട്ട് കാണാനായിട്ടുള്ള ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇനിയും പല ആശയങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിന്റെയൊക്കെ ചർച്ചയിലാണ് ഞങ്ങൾ. ക്രമേണ അതെല്ലാം രംഗത്ത് വരും നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഈ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.